ചില എന്ന് പറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ ഒരു കാനങ്കാരി സ്ത്രീയോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവരുടെ മകളെ സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. കാനങ്കാരി സ്ത്രീ ഈശോയുടെ പിന്നാലെ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു, നീ വന്ന് അവളെ സുഖപ്പെടുത്തണമെന്ന് പറയുകയാണ്. അപ്പൊ ഈശോ ആ സ്ത്രീയോട് പറയുന്നു, ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. ഈശോയുടെ ശിഷ്യന്മാര് ഈശോയുടെ റെക്കമെൻഡ് ചെയ്യുന്നു, അവളെ എങ്ങനെയും പറഞ്ഞു വിട്, അവളുടെ മകളെ സുഖപ്പെടുത്തി പറഞ്ഞു വിട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈശോയോട് റെക്കമെൻഡ് ചെയ്യുന്നു. അപ്പൊ ഈശോ പറയുകയാണ്, ഇല്ല, ഇസ്രായേൽ മക്കളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഈ സ്ത്രീ വന്നിട്ട് വീണ്ടും ഈശോയോട് സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഈശോ പറയുന്നുണ്ട്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല എന്നൊക്കെ പറയുന്നു. ഈ സ്ത്രീ വളരെ വിവേകത്തോടും അതിലേറെ എളിമയോടും കൂടി പറയുകയാണെന്നാൽ മേശയിൽ നിന്ന് വീഴുന്ന അപ്പകഷ്ണങ്ങളും നായ്ക്കൾ തിന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈശോയുടെ മുമ്പിൽ വളരെ വിവേകത്തോടും അതിലേറെ എളിമയോടും വിശ്വാസത്തോടും കൂടി നിൽക്കുകയാണ്. ഈശോ ഈ സ്ത്രീയോട് പറയുന്നു, എൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ മകള് സുഖപ്പെടുകയാണ്. വളരെ സുവിശേഷ ഭാഗത്തിലൂടെ ഈശോ നമ്മളോട് പറയുന്ന വലിയൊരു കാര്യം, അഗാധമായ എളിമയും അതുപോലെ തന്നെ നല്ല വിശ്വാസവും ഉണ്ടെങ്കിൽ ദൈവികമായിട്ടുള്ള തീരുമാനങ്ങൾ മാറ്റം വരുത്താനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ചുമ്മാ ഈ സുവിശേഷ ഭാഗം വായിച്ച് നമുക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ഈശോയുടെ ആദ്യം തീരുമാനം ഈ മകളെ സുഖപ്പെടുത്തണം എന്നുള്ളതായിരുന്നില്ല, മറിച്ച് ഈ സ്ത്രീയുടെ വിശ്വാസവും എളിമയും കാണുമ്പോഴാണ് ഈശോ നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ, എൻ്റെ സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണെന്നൊക്കെ ഈ സ്ത്രീയോട് പറയുന്നത് അപ്പോഴാണ്. നമ്മൾ ഒരു സുവിശേഷ ഭാഗം വായിച്ച് കഴിയുമ്പോൾ വലിയ വിശ്വാസത്തോടെ അതിലേറെ എളിമയോടെ ദൈവത്തിന് മുമ്പിൽ വ്യാപരിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനയിൽ ഇതുപോലെ തന്നെ നല്ല എളിമയും വിശ്വാസവും കടന്നു വരാനായിട്ടുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.